ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവർക്കും ചായ കുടിക്കുന്നതിനേക്കാളും മുമ്പിൽ എല്ലാവർക്കും ഇപ്പം മൊബൈൽ നോട്ടമാണല്ലോ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ആദ്യം മൊബൈലാണ് തുറന്ന് നോക്കിയത്. നോക്കിയപ്പോൾ എന്തുവാ, രേണുസുതിയെ പറ്റിയുള്ള വാർത്തകളാണ് മൊബൈലിനകത്ത് മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും രേണുസുതി മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ ഇത് വരുമ്പോൾ നമ്മൾ കാണാതിരിക്കാനും പറ്റത്തില്ല, കണ്ടുപോകും നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലേ. ഇനി ഞാനത് കാണുന്നത് കൊണ്ടാണോ എനിക്ക് എപ്പോഴും വരുന്നതെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ മൊബൈലിൽ നിറച്ച് രേണുസുതിയേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് വാക്ക് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ സബ്ജക്റ്റ് അല്ല ഇത്. ഞാനങ്ങനെ മറ്റുള്ളവരെ പറ്റി അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയും ചെയ്യാറില്ല, നല്ലത് പറയുകയും ചെയ്യാറില്ല. അതുകൊണ്ട് പക്ഷെങ്കിൽ എനിക്ക് ഉണ്ടല്ലോ, രാവിലെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് രണ്ടെണ്ണം പറയണമെന്ന് തോന്നി. ഞാനും ഒരു സ്ത്രീയല്ലേ. അപ്പോൾ ഒരാളെ ഇങ്ങനെ എല്ലാവരും ഇട്ട് അതും ഇതും പറയുമ്പോഴേ പിന്നെ എനിക്കും രണ്ടെണ്ണം പറയണമെന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, എവിടെ ആ കൊച്ചിനെ എന്തിനിങ്ങനെ എല്ലാവരും കൂടി ബോഡി ഷേവ് എന്തുവാ, അതിൻ്റെ സൗന്ദര്യത്തെ പറ്റിയും അതിനെന്തോ കാണാൻ കുഴപ്പം. നല്ലൊരു കൊച്ചല്ലേ, ആവശ്യത്തിനുള്ള എല്ലാ സൗന്ദര്യം കാണാനുള്ള നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. പിന്നെന്തുവാ, അത് ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ച് നല്ല ഒരു പ്രായം വരെ എല്ലാവരും അങ്ങനെ മെലിഞ്ഞൊക്കെ ഇരിക്കുന്നത്. എന്നെപ്പോലെ ഇത്രയും പ്രായമൊക്കെ ആകുമ്പോൾ തടിക്കും. അത് കൊച്ചു പെണ്ണല്ലേ, 2 പിള്ളേരായെന്ന് പറഞ്ഞാൽ അതിന് പ്രായം അധികം കാണത്തില്ലല്ലോ. അതുകൊണ്ട് അതങ്ങനെ മെലിഞ്ഞിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അതിന് വണ്ണം വെക്കും. എന്തെല്ലാം ബോഡി ഷേം ആ മനുഷ്യർ പറയുന്നത്. എല്ലാ തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അതിനെ എന്തിനാ ഇങ്ങനെ എല്ലാവരും, പിന്നെന്തുവാ അത് അങ്ങനെ അഭിനയിക്കുന്നു ഇങ്ങനെ അഭിനയിക്കുന്നു, അതിനിപ്പോൾ എന്താ കുഴപ്പം? പിന്നെ ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്തുവാ, അത് വീട്ടിനകത്ത് കയറി ഇരുന്ന് കഥ അടച്ച് ഇരുന്ന് കരയണമായിരുന്നോ? ആരെങ്കിലും വല്ലതും കൊടുക്കുമോ? ഈ പറയുന്ന ആരും 15 പൈസ കൊടുക്കുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ കൊടുത്താലും എല്ലാവരും മുമ്പ് കൈനീട്ടി ഇരിക്കണ്ടേ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെല്ലാവരോടും ഇറന്ന് എനിക്ക് തായോ എനിക്കില്ലേ, പിന്നെ എല്ലാവരുടെ മുമ്പിൽ രേണുസുതിയുടെ ഭാര്യയ്ക്ക് ഞങ്ങൾ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നും പറഞ്ഞ് അതായിരിക്കും എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ആ കൊച്ച് നല്ലൊരു മിടുക്കിയൊരു കൊച്ചാണ്. ആരെന്ത് പറഞ്ഞാലും പുള്ളിക്ക് നെവർ മൈൻഡ്. പുള്ളി അങ്ങ് അടിച്ചു കയറുക. അതിനെ അറിയാമായിരിക്കുമല്ലോ എന്തോ ഇപ്പോൾ അത് അഭിനയിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് അതിന് കിട്ടണമെന്ന് ഇല്ലെന്ന് അതിനറിയാമായിരിക്കും. അതുകൊണ്ട് അത് കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാതെ അഭിനയിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് പിന്നാണെങ്കിൽ അതിനോട് എനിക്ക് രേണുസുതിയോട് പറയാനുള്ളത്, ആരെന്ത് പറഞ്ഞാലും കേൾക്കുകയേ വേണ്ട. നീ നിൻ്റെ ജോലി ചെയ്യുക. ഒരു കുടുംബനാഥം പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പോൾ ആ കൊച്ചിൻ്റെ തലമുണ്ടയിലല്ലേ. രണ്ടറ്റവും മുട്ടിക്കാനായിട്ട് അത് കിടന്ന് പെടാപ്പാട് കിടന്നത് ചിലപ്പോൾ അതിൻ്റെ മനസ്സിനെ അറിയത്തുള്ളായിരിക്കും അല്ലേ. അതേപോലെ എന്തുവാ, ഇപ്പോൾ അതിന് കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ വരുമാനമൊന്നും ഇല്ലായിരിക്കും. ചെറിയ ഫിലിമിലും ഷോർട്ട് ഫിലിമിലും അതിലും ഇതിലൊക്കെ അഭിനയിക്കുമ്പോൾ അതിന് കുറച്ച് വരുമാനമേ കാണുകയുള്ളൂ. അതുകൊണ്ട് വേണം അതിന് രണ്ടറ്റം മുട്ടിക്കാൻ. 2 ആൺപിള്ളേരില്ലേ, അവരെ പഠിപ്പിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കാണും. പിന്നെ അതിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ അതിനായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ചങ്കെടുപ്പ് എന്തുവാന്ന് മനസ്സിലാകുന്നത്. ആ കൊച്ചിനും അറിയും, ദൈവം തമ്പുരാനും അറിയാം. ഇങ്ങനെ മറ്റുള്ളവരെ നമ്മളിങ്ങനെ കുറ്റം പറയുന്നത്. അതതിൻ്റെ വഴിക്ക് ജീവിക്കട്ടെ. അതിനിഷ്ടമുള്ള അത് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്ക് നല്ലതെന്ന് ഇഷ്ടമുള്ളതെന്നല്ല, എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അതിനകത്തിപ്പോൾ ആൾക്കാരെന്തിനാ അതും പറയുന്നതെന്നൊക്കെ. അതുകൊണ്ട് രേണുസുതിയോട് എനിക്ക് പറയാനുള്ളത്, ആരെന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കണ്ട. നീ ഇഷ്ടമുള്ള പോലെ നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക. എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ.